സംസ്ഥാനത്ത് യു.ഡി.എഫ് തരംഗം ആഞ്ഞടിക്കുകയും കോൺഗ്രസ് വൻ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടും പാർട്ടിക്ക് തലവേദനയാകുന്നത് നേതാക്കൾക്കിടയിലെ അതിരൂക്ഷമായ ഉൾപാർട്ടി പോരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ചേരിതിരിഞ്ഞ് ചെളിവാരിയെറിയുന്നത് അണികളിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. കെ.പി.സി.സിക്ക് പൂർണ്ണ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിയാത്തതാണ് നാഥനില്ല കളരിയായി മാറിയ പാർട്ടിയിൽ ഗ്രൂപ്പ് മാനേജർമാരും വക്താക്കളും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. മുൻ എസ്.എഫ്.ഐ നേതാവിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരുവിൽ പരസ്യമായി ഏറ്റുമുട്ടിയതോടെ ഭരണ നേട്ടങ്ങൾക്കിടയിലും പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ അച്ചടക്കമില്ലായ്മയ്ക്ക് തടയിടാൻ ഒടുവിൽ ദില്ലിയിൽ നിന്ന് നേരിട്ടുള്ള കൽപ്പന എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ നേതാക്കളുടെയും വക്താക്കളുടെയും പരസ്യ പ്രതികരണങ്ങൾക്ക് വായടപ്പിക്കാൻ ലക്ഷ്യമിട്ട് എ.ഐ.സി.സിയുടെ നിർദ്ദേശപ്രകാരം കെ.പി.സി.സി കടുത്ത അച്ചടക്ക മാർഗരേഖയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും നേതാക്കളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നത് കർശനമായി വിലക്കിക്കൊണ്ട് കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗ ചെയർപേഴ്സണുമായ ദീപ്തി മേരി വർഗീസ് ഔദ്യോഗിക സർക്കുലർ പുറത്തുവിട്ടു കഴിഞ്ഞു. പാർട്ടിയുടെ ലക്ഷ്മണരേഖ ലംഘിക്കുന്നവരുടെ പദവികൾ ഉടനടി തെറിക്കുമെന്ന അന്തിമ മുന്നറിയിപ്പാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ പരാതികളോ ഉണ്ടെങ്കിൽ അവ പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ മാത്രമേ ഉന്നയിക്കാവൂ എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ആരും മുതിരരുതെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും അതിന്റെ മുതിർന്ന നേതാക്കളുടെയും പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നാണ് കർശന നിർദ്ദേശം. ഇനി മുതൽ ദൃശ്യമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾക്ക് പുറമെ നേതാക്കളുടെ ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കെ.പി.സി.സി മാധ്യമ വിഭാഗം കർശനമായി നിരീക്ഷിക്കും. പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത പോസ്റ്റുകളോ കമന്റുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ വക്താക്കളുടെ പാനലിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാനാണ് തീരുമാനം. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും പുതിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അടുത്ത കോൺഗ്രസ് പുനഃസംഘടനയിൽ ഇത്തരം ലംഘകരെ യാതൊരു കാരണവശാലും പരിഗണിക്കില്ലെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പദവികൾ ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ നയങ്ങൾക്കുള്ളിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ എന്ന ശക്തമായ സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. ഡൽഹിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോരുകൾക്ക് താൽക്കാലിക ശമനം ഉണ്ടാക്കുമോ അതോ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.